അല്ലാഹ് കുർസിയിൽ നിന്ന് അർശിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇത് നമ്മൾ കേട്ടാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹ് എങ്ങനെ ഇറങ്ങി തരാ? അള്ളാഹ്ക്ക് കാലുണ്ടോ? സ്റ്റെപ്പുമ്മലാണോ? വിമാനത്തിലാണോ? കയറുമ്പോ തൂങ്ങിയിട്ട് ഇങ്ങനൊന്നും നമ്മള് ചോദിക്കാനും ചിന്തിക്കാനും പറയാനും പാടില്ല. വലിയ കുറ്റാണ് അല്ലേ? നരകത്ത് പോകും. അല്ലാണ്ട് സിഫത്തുകളെ വ്യാഖ്യാനിക്കാൻ പാടില്ല. പറ്റുമോ? വിശദീകരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. അപ്പൊ എങ്ങനെയാണോ ഖുർആനും ഹദീസും അള്ളാഹ് ഇറങ്ങും അള്ളാഹ് ഇറങ്ങും. എങ്ങനെ? അള്ളാഹു ആയാലും അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിൽ അള്ളാഹ് ഇറങ്ങും. അള്ളാഹു തആല കയറും. അള്ളാഹു ഭൂമിയെ ഖിയാമത്ത് നാളില് ഒരു കയ്യിൽ പിടിക്കും, മറു കയ്യിൽ ആകാശത്തെ പിടിക്കും. കുട്ടികൾ പന്ത് കയ്യിൽ വെക്കുന്ന പോലെ അള്ളാഹ് പിടിക്കും. ഇങ്ങനെ ആകാശഭൂമികൾ എങ്ങനെ പിടിക്കും? അപ്പൊ എങ്ങനെ അള്ളാഹ് പിടിക്കുക? അള്ളാന്റെ കൈ എത്രയും കയറപ്പോ അതൊന്നും നമ്മള് പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അത് കേൾക്കുമ്പോ പരിഹാസം പാടില്ല, അതും പാടില്ല. നമുക്ക് ഭയാണ്, ബഹുമാനാണ്, ആദരവാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളിൽ അള്ളാഹിനെ പോലെ ആരും ഇല്ല. അതിൽ അള്ളാഹ് ഏകനാണ്. അതുകൊണ്ട് അതാണ് തൗഹീദ് റുബൂബിയ്യത്ത് അസ്മാഇ വ സിഫാത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശദീകരിച്ച കാര്യം, ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണ് തൗഹീദ്. അതിനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് ശിർക്ക്. തൗഹീദിന് 3 വശങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? തൗഹീദുർ റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അല്ലേ? മനസ്സിലായില്ലേ? തൗഹീദുർ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശങ്ങളെ ഭൂമിയൊക്കെ പടക്കുക, പരിപാലിക്കുക, നിയന്ത്രിക്കുക. അതിലൊക്കെ അള്ളാഹു ഏകനാണ്, വേറെ ആർക്കും പങ്കില്ല. ഉലൂഹിയത്ത് എന്ന് പറയാൻ എന്താണ്? ആരാധന, പ്രാർത്ഥന, നേർച്ച, സഹായത്തേറ്റം, ബലി, ഇതൊക്കെ ആർക്കേ പറ്റുള്ളൂ? അള്ളാഹു. അതിൽ അള്ളാഹുവിനെ മാത്രം, വേറൊരാളെയും പങ്കു ചേർക്കാൻ പറ്റില്ല. അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഗുണനാമ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്. അള്ളാഹിനെ പോലെ കാണുന്നവനില്ല, അള്ളാഹിനെ പോലെ കേൾക്കുന്നവനില്ല, അള്ളാഹിനെ പോലെ കഴിവുള്ളവനില്ല. ലൈസ കമിസ്ലിഹി ശൈഅൻ വഹുവ സമീഉൽ അലീം വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മനസ്സിലായില്ലേ? ഇപ്പൊ കുറഞ്ഞ നേരം കൊണ്ട് ചെറിയ രൂപത്തിൽ ഇന്ന് നമ്മൾ വിശദീകരിച്ച വിഷയമാണ്. 2ാമത്തെ ദിവസത്തെ നമ്മുടെ പാഠമാണ് എന്ത്? തൗഹീദ്. അല്ലേ? തൗഹീദ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചായ കുടിക്കാം. എന്നിട്ട് ശിർക്കും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് പിരിയാം. നാളെ എല്ലാ കുട്ടികളെയും നിങ്ങൾ വിളിക്കൂലേ? ഇനി വരാക്കാൻ പറ്റൂല. നാളെ എന്തായാലും നമ്മൾ വരണം. ഫാസ്റ്റത്തെ സംബന്ധമായി വരണം. ഇനി വരാത്തവരെയും വരുത്തണം. വരുത്തൂലേ? എന്നിട്ട് നാളെ നമുക്ക് മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും പറയണ്ടേ? നമ്മളെ പെറ്റ് പ്രസവിച്ച് പോറ്റി നമുക്ക് വേണ്ടി ഗൾഫിലും അന്യനാട്ടിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പഠിക്കുന്ന വാപ്പാനെയും മാനെയും പറ്റി നമ്മൾ പഠിക്കണം. അപ്പൊ ഇൻഷാല്ലാഹ് നാളത്തെ ക്ലാസ് അതാണ്. അപ്പൊ ഇന്ന് നമ്മൾ തൗഹീദ് പറഞ്ഞു, ശിർക്കിനെ പറ്റിയും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കും. ചായ കുടിച്ചു നമുക്ക് 2ാമത്തെ വിഷയം തൗഹീദ് ശിർക്കുകൾ എഴുതി. ഇപ്പൊ തൗഹീദ് കഴിഞ്ഞില്ലേ? അതിന്റെ അടിയിൽ വരട്ടിട്ട് അധ്യായം 2. അധ്യായം 2 എന്താ ഇതിന്റെ പേരെന്താ? ശിർക്ക്. ശിർക്ക് എന്താണ്? ശിർക്ക് ശരീക്ക് എന്താ? ശരീക്ക് പങ്കാളി. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്ക് ചേർക്കുക. അപ്പൊ അല്ലാഹു തആലക്ക് മാത്രമായി നൽകേണ്ട
ആരാധനകളിൽ, അതേപോലെ തന്നെ അവന് മാത്രമായി നൽകേണ്ട ഇബാദത്തുകള്, പ്രാർത്ഥനകള്, നേർച്ചകള്, വഴിപാടുകള്, അതേപോലെ അസ്മാ സിഫാത്ത്, ഈ പറഞ്ഞ സംഗതികളൊക്കെ അള്ളാഹുവിന് പങ്കുകാരനുണ്ട്. അള്ളാഹ്ക്ക് മാത്രമല്ല, അല്ലാതെ കൂടെ മറ്റുള്ളവരുണ്ട് എന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. വിശ്വാസത്തിലുണ്ടായാലും കർമ്മത്തിലുണ്ടായാലും നരകം ശാശ്വതമാണ്. നരകം ശാശ്വതമാണ്. 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാൻ എന്നാണ്. 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാൻ. നിങ്ങൾ വായിച്ചു ഓതി നോക്കിയാണ് അധ്യായം. സൂറത്ത് ലുഖ്മാൻ അറിയോ? ലുഖ്മാനുൽ ഹക്കീം എന്ന തത്വജ്ഞാനിയെ പറ്റി കേട്ടിട്ടില്ല. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? രാത്രി സൂറത്ത് ലുഖ്മാന് ഒന്ന് എടുത്തു നോക്കണം. 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാൻ. അതില് 13-ാമത്തെ ആയത്ത് സൂറത്ത് ലുഖ്മാനിന്റെ 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാനിന്റെ 13-ാമത്തെ ആയത്ത്. എന്തായാലും അള്ളാഹ് പറയണത്, أعوذ بالله من الشيطان الرجيم وإذ قال لقمان لابنه وهو يعظه وإذ قال لقمان لابنه. ലുഖ്മാനുൽ ഹക്കീം എന്ന തത്വജ്ഞാനി അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുന്നു. എന്താ ഉപദേശിക്കുന്നത്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. യാ ബുനയ്യ അതിനർത്ഥം എന്റെ കുഞ്ഞു മോനെ. അല്ലേ? സ്നേഹത്തോടു കൂടി വാപ്പാനെ വിളിക്കുമ്പോഴല്ല വിളിക്കുക. അല്ലേ? യാ ബുനയ്യ എന്റെ കുഞ്ഞു മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക, തീർച്ചയായും ശിർക്ക്, ലദുൽമുൻ അദീം, കടുത്ത അക്രമമാണ്. കടുത്ത അക്രമമാണ്, വലിയ പാപമാണ്. അല്ലേ? ശിർക്കിനെക്കാളും വലിയ പാപം ഉണ്ടോ? കള്ളു കുടിക്കൽ പാപം, കൊലപാതകം പാപല്ലേ, കക്കല് പാപല്ലേ? ഇതൊക്കെ പാപമാണ്. ഇതിനേക്കാളൊക്കെ മേലെയാണ് ശിർക്ക് എന്ന പാപം. ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത ഒരു പാപമാണ്. തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചുപോയി. ഇപ്പൊ ഒരാള് കള്ളുടിച്ചു, അങ്ങനെ പൈസ കട്ടു, നിസ്കാരം നോമ്പൊന്നും നടത്തിയില്ല, അയാൾ മരിച്ചുപോയി. അള്ളാഹിനോട് പശ്ചാത്തപിച്ചില്ല, തൗബ ചെയ്തില്ല, എനിക്ക് പറ്റിപ്പോയി, ഞാൻ ഞങ്ങൾക്ക് ശരിയാക്കിക്കോളാം ഒന്നും പറയാതെ മരിച്ചുപോയി. പക്ഷെ അയാളുടെ ജീവിതത്തിൽ ശിർക്കില്ലെങ്കിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? മറ്റേ പാപമൊക്കെ അയാൾക്ക് ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. ചിലപ്പോ അയാൾക്ക് അതിന്റെ ശിക്ഷ നരകത്തിൽ കൊടുത്തിട്ട് സ്വർഗത്തേക്ക് കയറ്റും. ഇനി ഒരാള് കള്ളുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, നുണ അറിഞ്ഞിട്ടില്ല, തോന്നിയാസൊന്നും ചെയ്തിട്ടില്ല, അയാൾ ജനിച്ചത് മുതൽ മരിക്കണവരെ നല്ല നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ, ഖുർആൻ ഓതുന്നു, നല്ല കാര്യം മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ അയാളുടെ ജീവിതത്തിൽ ശിർക്കുണ്ട് എങ്കിൽ അയാൾ തൗബ ചെയ്യാതെ മടങ്ങിപ്പോയാൽ എന്താ സ്ഥിതി? അല്ലാഹു തആല പുറത്തു കൊടുക്കുമോ? ഇല്ല. ഈ നിസ്കാരം നോമ്പൊക്കെ സ്വീകരിക്കുമോ? ഇല്ല. എന്താ കാരണം? ഈ ശിർക്ക് എന്നത് അള്ളാഹ്ക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും, 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും, ഇജ്തനിബൂ സബഅൽ മൂബിഖാത്ത്. ഇജ്തനിബൂ അറബിയിൽ എഴുതൽ അറിയില്ല.
അലിഫ്, അടിയില് ഐന് ഫത്ഹ്, പിന്നെ ജീമ്, താ, നൂന്, ബാ, വാ, ഇജ്തനിബു. സബഉൽ മുബിഖാത്ത്. സീന് ആ ബാ. സബഉൽ മുബിഖാത്ത്. മീം, വാവ്, മുള്ള ഐന് സുകൂന്, അല്ല അറിയില്ല, ഇത് അറിയില്ല. സബഅൽ മുബിഖാത്ത്. ഇജ്തനിബു സബഅൽ മുബിഖാത്ത് എന്നതിന്റെ അർത്ഥം 7 വൻപാപങ്ങളെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കണം. 7 വൻപാപങ്ങളെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കണം. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാ? അശ്ശിർകു ബില്ലാഹ്. അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. അപ്പൊ 7 പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ഏതാണ്? അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, അല്ലേ? അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം, നോമ്പ്, സദഖ, ഖുർആൻ, ഉംറ ഇതൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും, അല്ലേ? ഒരു ഓട്ടമുള്ള ബക്കറ്റിൽ, അടി പൊളിഞ്ഞൊരു ബക്കറ്റ് നിങ്ങൾ വെള്ളം നിറച്ചാണ് ബക്കറ്റ് പൊന്തിച്ച എന്താ സ്ഥിതി? വെള്ളം അതിലുണ്ടാവോ? ഇപ്പൊ ഒരു ചാക്കിന്റെ അടി ഓട്ടായി, നമ്മളതിൽ നിറച്ച് സാധനങ്ങള് കയറ്റിയിട്ട് മുൻഭാഗം കെട്ടി, എന്നാ ഞാൻ പോട്ടിട്ടാണ് പൊന്തിച്ചാലോ? ആ സഞ്ചിന്റെ മൂട് പൊളിഞ്ഞെങ്കിൽ എന്തുണ്ടാവും? ഒരു സാധനം അതിലുണ്ടാവോ? ഇല്ല. ഇതേപോലെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ നല്ലതൊക്കെ എന്ത് ചെയ്യും? ശിർക്ക് ചെയ്താ പൊളിഞ്ഞു പോകും. എവിടെ അല്ലാഹു പറഞ്ഞത്? 39-ാം അധ്യായം സൂറത്ത് സുമർ. 39-ാം അധ്യായം സൂറത്ത് സുമർ. അറുപത്തിയഞ്ച് 66 ആയത്ത്. 39-ാം അധ്യായം സൂറത്ത് സുമർ 65-66 ആയത്ത്. എന്താ അല്ലാഹു തആല പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ അല്ലാഹു വിളിക്കുകയാണ്, ഓ റസൂലേ, താങ്കളിലേക്ക് നാം ഇതാ വഹീ നൽകുകയാണ്. എന്താ വഹീ നൽകിയത്? താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് നൽകിയ അതേ വഹീ. മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്ക് കൊടുത്തതും ഈ നബിക്ക് കൊടുക്കുന്നത് ഒരേ കാര്യം. എന്താ? ലഇൻ അശ്റക്ത, നിങ്ങൾ ഞാനും ശിർക്ക് ചെയ്താൽ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യോ? ഇല്ല. അപ്പൊ പിന്നെ ഈ ഖുർആന്റെ ആയത്ത് ആരോടാ? നമ്മളെ മുസ്ലിങ്ങളായ നമ്മളോട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയ മുസ്ലിങ്ങളായ നമ്മളോട് അല്ലാഹു പറയണത്, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ യഹ്ബതന്ന അമലുക, അമലൊക്കെ എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. നമ്മൾ 2 ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം എന്താ? ഓട്ടുള്ള ബക്കറ്റില് അടിയിൽ ഓട്ടങ്ങൾ നിറച്ചു, ബക്കറ്റ് നിറച്ചും വെള്ളം നിറച്ചും പൊന്തിച്ചാല് 2 ഇഞ്ച് 5 ഇഞ്ച് കൊണ്ട് വെള്ളക്കാണ് പോകും. മൂട് പൊളിഞ്ഞൊരു സഞ്ചിയിൽ നമ്മൾ സാധനം വാങ്ങി മുൻഭാഗം കെട്ടിയാണ് ഞാൻ വോട്ടാരം പൊന്തിച്ചാലോ? അരി മനസ്സാരൊക്കെ താഴത്തേക്കാണ് പോകും. അതാ ഖുർആൻ പറയുന്നത്, ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, നമ്മൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങൾ അമലൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും, പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടു. ആരാ നഷ്ടക്കാര്? നരകത്തിൽ പോകുന്നവരല്ലേ ഏറ്റവും വലിയ നഷ്ടക്കാർ, അല്ലേ? ഇനി മാത്രല്ല, മറ്റ് എന്ത് തെറ്റ് നമ്മൾ ചെയ്ത് തൗബ ചെയ്യാതെ അള്ളാന്റെ അടുത്ത് ചെന്നാലും ചിലപ്പോ അള്ളാന്റെ കാരുണ്യം കൊണ്ട് പുറത്തു തരും. ചിലപ്പോ അള്ളാഹു ശിക്ഷിച്ചിട്ട് എന്ത് ചെയ്യും?
ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലാക്കും. പക്ഷെ ശിർക്ക് ചെയ്തിട്ട് ഒരാള് തൗബ ചെയ്യാതെ അല്ലാഹുവിലേക്ക് പോയാൽ അയാൾക്ക് ശാശ്വതമായി നരകമാണ്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദ. എത്ര? 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്ത്. 72-ാമത്തെ ആയത്ത് അല്ലാഹ് പറയാ, കേട്ടോളൂ. أعوذ بالله من الشيطان الرجيم اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. الله പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുക്ക് മാത്രം നൽകേണ്ട ആരാധനയിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, നിങ്ങളുടെ മേൽ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കും. സ്വർഗ്ഗം ചെയ്യും ഹറാമാക്കും, നിഷിദ്ധമാക്കും. നിങ്ങളുടെ സങ്കേതം നരകമാണ്. നിങ്ങൾക്ക് സഹായിയായി ഒരാള് പരലോകത്ത് കിട്ടൂല. മൊയ്തീൻ ശേഖരെ രക്ഷിക്കണമെന്ന ദുനിയാവിൽ വിളിച്ച ആള് പരലോകത്ത് മൊയ്തീൻ ശേഖ് സഹായിക്കോ? ഇല്ല. ഈസാ നബിനെ വിളിച്ചത് ക്രിസ്ത്യാനികളില്ലേ? ഈസാ നബി സഹായിക്കോ? ഇല്ല. ബദരീങ്ങൾ സഹായിക്കോ? ഇല്ല. ജിന്നും മലക്കും സഹായിക്കോ? ഇല്ല. ആരും സഹായിക്കൂല. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആൾക്കാരെ സഹായിക്കാൻ ആരുണ്ടാവൂല. ഒരു നരകം നഷ്ടപ്പെട്ട് ശാശ്വതമായി സ്വർഗത്തിൽ പോകുന്ന, സ്വർഗം നഷ്ടപ്പെട്ട് ശാശ്വതമായി നരകത്തിൽ പോകുന്നവരാണ്. ഇനി 4-ാം അധ്യായം സൂറത്തുൽ നിസാ 116-ാമത്തെ ആയത്ത്. നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു കണ്ടിട്ടുള്ളൂ. 4-ാം അധ്യായം സൂറത്തുൽ നിസാ 116-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പറഞ്ഞെന്താ? أعوذ بالله من الشيطان الرجيم إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا. എന്താ അല്ലാഹു പറയുന്നത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ പുറത്തു തരികയില്ല, അൻ യുശ്റക ബി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക്, ശിർക്ക് ചെയ്യുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു, അവൻ പുറത്തു കൊടുക്കും, മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള ഏത് പാപങ്ങളും. അപ്പൊ ഏറ്റവും വലിയ പാപം ഏതാണ്? ശിർക്ക്. അതിന്റെ താഴെയാണ് ബാക്കിയുള്ള പാപങ്ങളൊക്കെ, അല്ലേ? അപ്പൊ ആ ശിർക്ക് ചെയ്താൽ ഒരിക്കലും പുറത്തു കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോ പുറത്തു കൊടുക്കും, ചിലപ്പോ ശിക്ഷ കൊടുത്ത് സ്വർഗത്തിൽ കാക്കും. പക്ഷെ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാലോ, തൗബ ചെയ്യാതെ പോയാൽ കാലാകാലം നരകത്തിൽ കിടക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ശിർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ശിർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ തൗഹീദ് പഠിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുകയും നിരന്തരം അല്ലാഹുവോട് പാപമോചനം തേടുകയും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ പഠിക്കുകയും ചെയ്യാം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അൻ ഉശ്രിക ബിക വ അന അഅലം, അറിഞ്ഞുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, അറിയാതെ എന്റെ ജീവിതത്തിൽ ശിർക്ക് വരുന്നത്. അപ്പൊ അറിഞ്ഞുകൊണ്ടും അറിയാതെ ശിർക്ക് വരാൻ പാടുണ്ടോ? ഒന്നാളുടെ സ്ഥിതി എന്താ? പുറത്തരൂല, നരകം ശാശ്വതം, സ്വർഗം ഹറാം, അമലുകൾ ഒക്കെ ഓട്ടോബക്കറ്റ് വെള്ളം നിറച്ച പോലെ നഷ്ടപ്പെട്ടു പോകും, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തെ വളരെ ലളിതമായ രൂപത്തിൽ കേട്ടു, എഴുതിയെടുത്തു. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇറങ്ങുമ്പോ നിങ്ങളെ ഗ്രൂപ്പിലുണ്ടാവും, പുൽപ്പറമ്പ് ഗ്രൂപ്പില്ലേ, ആ ഗ്രൂപ്പിൽ നിങ്ങളെമാരന്മാരൊക്കെ ഉണ്ടാവും. നിങ്ങളിത് കേൾക്കണം, കേൾക്കൂലേ? ഇന്നലത്തെ ക്ലാസ് കേൾക്കണം, ഇന്നത്തെ ക്ലാസ് കേൾക്കണം. എന്നിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യണം? ബുക്കും പേനയും എടുത്തിട്ട് അതിന്റെ അടുത്തിരുന്നിട്ട്
അതിലില്ലാത്തതൊക്കെ എഴുതി വിശദീകരമായ നീളം പൂർത്തീകരിക്കണം. ഉണ്ടാവൂലേ? നാളെ വരുമ്പോ മറ്റുള്ള കുട്ടികളെയും കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ വിളിച്ചെടുത്താ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ 2ാമത്തെ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുത്തതിന്റെ കൂലി അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്തും ഖൈറൊക്കെ നൽകട്ടെ. നമ്മളെ വിഷമം അല്ലാഹു തരട്ടെ. അല്ലാഹു എന്റെ മാർഗത്തിൽ നമുക്ക് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അറിവ് കൊണ്ടും പ്രവർത്തിക്കാനുള്ള അവസരവും അതിനുള്ള തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന എല്ലാവരും ചൊല്ലുക. സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.